സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മഹാനായ കാന്തപുരം ഉസ്താദ് ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളൊക്കെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തതാണ്. എന്നാൽ ആ വാർത്തയെ പൊക്കിപ്പിടിച്ച് അത് തമ്പിനയിലിൽ വലിയ വാർത്തയായി എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ ഉപദേശി ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. കൂടുതലായ ഉപദേശങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വിഡ്ഢിത്തങ്ങൾക്ക് കുറവുണ്ടാവുകയില്ലല്ലോ എന്ന് കരുതി ആ വീഡിയോ കേട്ടു നോക്കിയപ്പോൾ അനിയത്തിയെ കാണിച്ച് ഏട്ടത്തിയെ കെട്ടിച്ചു കൊടുത്തതുപോലെയുള്ള കുടിലതന്ത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇസ്ലാം മുസ്ലിം എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നു തന്നെ സുന്നികളെ പ്രത്യേകമായി ഹൈലൈറ്റ് ചെയ്തു കാണിച്ചാൽ അത് തന്നെ കാന്തപുരം ഉസ്താദിനെയും അണികളെയുമായാൽ കുറെയൊക്കെ വീഡിയോക്ക് റീച്ച് കിട്ടുമെന്ന ഹിഡൻ അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു അതും. ചില നിഷ്കളങ്കരായ സുന്നികൾ തന്നെ എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ എന്ന് കരുതി അതിലെത്തി നോക്കുകയും സമുദായ ശത്രുക്കളും സുന്നി വിരുദ്ധരുമായ ആളുകൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സമാധാനമുള്ളത് കേൾക്കാമെന്ന് കരുതിയും ആ വീഡിയോയിൽ പോയി തോണ്ടി നോക്കുമെന്ന് അനിലിന് നന്നായി അറിയാം. അതുവഴി മക്കൾക്ക് അരി വാങ്ങാൻ യൂട്യൂബിൽ കുറച്ച് കാശെത്തുമെന്നത് മാത്രമായിരുന്നു അതിൽ അയാൾക്കുണ്ടായിരുന്ന താല്പര്യം. അതിലപ്പുറം പ്രത്യേകമായ ഉപദേശമോ കാര്യമായ വിഡ്ഢിത്തങ്ങളോ കൂടുതൽ വാ തുറക്കാത്തത് കൊണ്ട് ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാര്യമായി പറഞ്ഞത് AP ഉസ്താദ് മുഖ്യമന്ത്രിയെ കണ്ടു എന്ന സാധാരണ വാർത്ത മാത്രമാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ടു. സംസ്ഥാന മുഖ്യമന്ത്രിയോട് സംവരണത്തിന്റെ ആശങ്ക അറിയിച്ചു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി അതിലൊരു കുറവും വരുത്തില്ല എന്ന് പറഞ്ഞു. കൂടാതെ വേറെന്തെങ്കിലും കുറവ് വരുന്നെങ്കിൽ ആശങ്ക ഉണ്ടെങ്കിൽ അത് അകറ്റാമെന്നും പറഞ്ഞു. അപ്പൊ സംഗതി ഓക്കെയാണ്. സംഗതി എല്ലാം ഓക്കെയാണ്. പക്ഷെ തിരുവനന്തപുരത്തേക്ക് AP ഉസ്താദ് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ കരുനാഗപ്പള്ളി ഒന്ന് ഇറങ്ങി ആ അന്താരാഷ്ട്ര ഉപദേശിയെ കണ്ട് ചില ഉപദേശങ്ങളൊക്കെ കുറിച്ചു വാങ്ങാൻ മറന്നുപോയി എന്ന കാര്യമായൊരു കുഴപ്പം മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ഇനി അദ്ദേഹത്തിനുള്ള പ്രശ്നം AP ഉസ്താദ് ഒറ്റക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടു, അത് സമുദായത്തിന്റെ ഐക്യം പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യമായി പോയി എന്നാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും മനോഹരമായി കബളിപ്പിക്കാൻ ഈ സമുദായത്തെ അല്ലാതെ വേറെ ആർക്കും കഴിയില്ല. യഥാർത്ഥത്തിൽ ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണുന്ന വിദ്വാന്റെ കലാപ്രകടനം മാത്രമാണ് അനിൽ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സമുദായത്തെ കബളിപ്പിക്കലും സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടാതെ പോകുന്ന കാര്യങ്ങളുമൊക്കെയാണെന്ന് തൻ്റെ യൂട്യൂബിന്റെ മുമ്പിലിരുന്ന് വാചകമടിച്ച് അക്കൗണ്ടിലേക്ക് കാശ് വരുത്തുന്നു എന്നതല്ലാതെ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ എന്താണ് ആശാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്?